ഇന്നലെ നബിദിനത്തിൻ്റെ ഭാഗമായിട്ടൊരു സുഹൃത്ത് അയച്ചു തന്ന സന്ദേശത്തിലെ നബിവചനം വായിച്ചപ്പോഴാണ് ഇങ്ങനൊരു പോസ്റ്റ് ഇടാൻ തോന്നിയത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചീത്ത മനുഷ്യരുടെ അടയാളങ്ങൾ 4 സംസാരിക്കുമ്പോൾ കളവ് പറയുക, വിശ്വസിച്ചവരെ വഞ്ചിക്കുക, വാഗ്ദാനം ചെയ്തത് ലംഘിക്കുക, തർക്കമുണ്ടാകുമ്പോൾ തെറി വിളിക്കുക. ഇതിൽ 4ാമത്തെ കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഈ പോസ്റ്റ് ഇടുന്നത്. ഉന്നതമായ പദവിയിലിരിക്കുന്ന ചില ആളുകൾ പരസ്യമായിട്ട് അനാവശ്യ വാക്കുകൾ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയ അതിനുള്ളൊരു മാധ്യമമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണിപ്പോൾ. എന്തുകൊണ്ടാണ് നമുക്കൊക്കെ മാതൃകയായി മാറേണ്ടവർ പോലും ഇങ്ങനെ തെറിവാക്കുകൾ ഉപയോഗിക്കുന്നത്? തെറി പറഞ്ഞാലേ തന്നിലെ അമർഷവും വികാരവും ഒക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കൂ എന്നൊരു തോന്നൽ എങ്ങനെയോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളർന്നു വന്നിരിക്കുകയാണ്. സിനിമയിലും ചില രാഷ്ട്രീയക്കാർക്കിടയിലും സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളിലുമൊക്കെ പടരുന്ന ഇത്തരം അറയ്ക്കുന്ന വാക്കുകൾ നമ്മുടെ സംസ്കാരത്തെ ഒരുപാട് പിന്നോട്ടടിക്കുന്ന കാര്യമൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. ഇത്തരം വാക്കുകൾ പറഞ്ഞും കേട്ടും വളരുന്ന നമ്മുടെ കുട്ടികൾ ഇതൊക്കെ നമ്മുടെ ഭാഷയുടെ ഭാഗമാണെന്ന് ധരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവരും ഇനി പറഞ്ഞു പഠിക്കാൻ പോണത് ഇതൊക്കെ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല ഭാഷ എന്ത് സുന്ദരമാണ്. ഒരാളെ ഉണർത്താൻ, തകർന്നിരിക്കുന്ന ഒരാളെ പൊതുജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വാക്കിനോളം ശക്തി എന്തിനാണുള്ളത്? ഏതൊരു സംഗീത ഉപകരണത്തെക്കാളും അനുഭൂതിയും സാന്ത്വനവും ഒക്കെ തരാൻ ശക്തിയുള്ള ഒരൊറ്റ ഉപകരണമേ ഉള്ളൂ, അത് നമ്മുടെ നാക്കാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ 4 പരസ്യമായിട്ട് തുറന്നു വെച്ചപ്പോഴും നാക്ക് മാത്രം ചുണ്ടും പല്ലുമൊക്കെ ഉപയോഗിച്ച് പൂട്ടി വെച്ചിരിക്കുന്നത് സൂക്ഷിച്ചേ ഉപയോഗിക്കാവൂ എന്ന മുന്നറിയിപ്പോട് കൂടിയാണ്. ആ നാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടാൽ അറച്ചു പോകുന്ന വാക്കുകൾ പുറത്തേക്ക് ഇങ്ങനെ തള്ളിവിടുന്നത്. അവരുടെയൊന്നും നാക്കിനെ പിടിച്ചു കേട്ടാൽ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മുടെ സ്വന്തം നാക്കിനെ ഒന്ന് അടക്കി നിർത്താൻ നമുക്കൊന്ന് ശ്രമിച്ചൂടെ? വീട്ടിൽ നമ്മുടെ കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ, പ്രസംഗങ്ങളിലൊക്കെ നമുക്ക് ഇത്തിരി കരുതലോടുകൂടി വർത്തമാനം പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാത്രമല്ല നമ്മുടെ സമൂഹത്തെ കൂടിയാണ് കരുതുന്നത്. സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സ് വല്ലാതെ കലങ്ങിപ്പോവും. മനുഷ്യർ തന്നെയാണോ ഇതൊക്കെ എഴുതി വിടുന്നത് എന്ന് ചിന്തിച്ചു പോവും. ചില കാര്യങ്ങളിൽ നമ്മൾ അത്രമാത്രം നിലവാരം കെട്ടവരാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച വാരാന്ത്യ പതിപ്പിൽ മാതൃഭൂമിയുടെ കൽപ്പറ്റ നാരായണ മാഷ് എഴുതിയ കഴുതയെ പറ്റിയുള്ളൊരു നർമ്മലേഖനം വായിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് അദ്ദേഹം കേട്ട പോലെ കഴുതേ എന്നുള്ള വിളി ഒരു സാക്ഷാൽ കഴുത പോലും കേട്ടിട്ടുണ്ടാവില്ല എന്ന്. അതിന് അദ്ദേഹം തന്നെ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. ഒരു നായയുടെ കുട്ടിയെയും നമ്മൾ ഉപയോഗിക്കുന്ന ആ ചീത്ത വാക്ക് വിളിക്കാറില്ലല്ലോ എന്ന്. എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യർ മാത്രം ഇത്രമാത്രം അധപ്പതിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്?